അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരാണ് പലരും. സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകളുള്ള പ്രയാസപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മിൽ ഭൂരിപക്ഷ ആളുകളും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ കൂടുതൽ ആവശ്യമായി വരുന്ന ഒന്നാണ് കടം വാങ്ങുക എന്നത്. കടം അനിവാര്യമായിട്ട് ആവശ്യത്തിനല്ലാതെ കടം വാങ്ങാൻ പാടുള്ളതല്ല. തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാതെ അങ്ങനത്തെ കടവും വാങ്ങാൻ പാടില്ല. അനിവാര്യമായ ആവശ്യം, ഒരാളുടെ ജീവിക്കാൻ അത്യാവശ്യമാകുന്ന കാര്യങ്ങൾ, ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, തനിക്കും താൻ ചെലവ് കൊടുക്കുന്നവർക്കും ഇതൊക്കെ വേണം. ഇതിനു വേണ്ടി ആവശ്യാനുസരണം കടം വാങ്ങാം. അനാവശ്യമായി ഒരാൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയൂല എന്നുള്ള ധാരണയില്ലാതെ ഒരാൾ കടം വാങ്ങാൻ പാടില്ല. അങ്ങനെ കടം വാങ്ങിയാൽ എന്നിട്ട് കൊടുക്കാതിരുന്ന് മരണപ്പെട്ടു പോയാൽ അയാൾ കുറ്റക്കാരനാണ്. കൊടുക്കണമെന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിലും പക്ഷെ കൊടുക്കാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ള ആശങ്കയിൽ ഒരാൾ കടം വാങ്ങി ആ കടക്കാരനായി മരണപ്പെട്ടു പോയാൽ അദ്ദേഹം കുറ്റക്കാരനാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വരികയാണ്. സ്വഹാബി വന്ന് വിഷമം പറയാണ്, കടബാധ്യതകളാണ് നബിയെ, വലിയ പ്രയാസമുണ്ട്, ജീവിക്കാൻ ഒരു വകുപ്പുമില്ല, ഒരുപാട് ആളുകളോട് കടം വാങ്ങിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്, ആൾക്കാരൊക്കെ എന്നോട് ക്യാഷ് ചോദിക്കുന്നുണ്ട്, എൻ്റെ കടമൊന്ന് വീട്ടിത്തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനേക്ക് മാത്രമല്ല ഇനി വരുന്ന എല്ലാവരുടെയും കടം വീട്ടാനുള്ള ഒരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാരാകുന്ന ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം കടം വീട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലുന്നവരാണ്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറയുകയാണ്. എന്താണത്? ഫഇൻ കാന അലൈക ദൈനുൻ ഫഖുൽ, എനിക്ക് കടമുണ്ടെങ്കിൽ അപ്പൊ നീ പറഞ്ഞു, അല്ലാഹുമ്മ ഇക്ഫിന ബിഹലാലിക അൻ ഹറാമിക വഅനിന ബിഫളിക അമ്മൻ സിവാക്. ഇത് ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്. അദ്ദേഹം ഈ കടബാധിതനായി ഈ ദിക്ർ ഇങ്ങനെ ധാരാളം ചൊല്ലി, കഴിയാവുന്നതൊക്കെ പോലെ അദ്ദേഹം ചൊല്ലിയപ്പോൾ അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ സർവ്വ കടങ്ങളും നീങ്ങിയിട്ടുണ്ട്, എല്ലാം വീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമ സയ്യിദ് അവറുകൾ നിർദ്ദേശിച്ച ഒരു സ്വലാത്തുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്വലാത്തും കൂടെ കഴിയാവുന്ന എണ്ണം ചൊല്ലിയാൽ വളരെ സന്തോഷമാണ്. ധാരാളം ആളുകൾ കടമുണ്ടായി വിഷമിച്ചപ്പോൾ ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിയിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേര് കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമാണ്. അസ്മാഉൽ ഹസ്ന ഓരോന്നും കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമാണ്. അസ്മാഉൽ ബദറും അതുപോലെ തന്നെ വളരെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് എന്ന ദിക്ർ അധികരിച്ചാൽ അള്ളാഹു നമുക്ക് ധാരാളമായി നൽകും. അതിലൂടെ കടബാധ്യതകൾ തീരുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. മഹാന്മാരൊക്കെ ഇങ്ങനെ ദിക്റുകളിലും ഔറാദുകളിലും അതുപോലെ തന്നെ ആത്മീയപരമായി കടം വീട്ടാനുള്ള വഴികൾ സ്വീകരിച്ചവരാണ്. എന്നാൽ കടം വീട്ടാൻ ഇപ്പം ചില ആളുകൾ സ്വീകരിക്കുന്ന പുതിയ വഴികൾ എന്താണ്? അപ്പുറത്തുനിന്ന് കടം വാങ്ങാൻ. ഒരാളുടെ കടം വീട്ടാൻ അപ്പുറത്തുനിന്ന് കടം വാങ്ങിയത് കൊണ്ട് വാങ്ങിയ ആളോട് ഡേറ്റ് പാലിച്ചു എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ കടം വീട്ടുന്നില്ല. കടം വീട്ടാൻ, ജോലി ചെയ്യാതെ കടം വീട്ടാൻ ഈ ദിക്ർ ചൊല്ലിയിരുന്നാൽ കഴിയുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അതൊരു ആത്മീയ വശമാണ്. ഇതിൻ്റെ ഭൗതിക വശം കൂടെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ഭൗതിക വശം തേടാതെ ആത്മീയ വശത്തിലൂടെ മാത്രം പരിഹാരം ലഭിക്കുമെന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. ഭൗതിക വശം തേടാൻ വേണ്ടി അല്ലാഹു തആല തന്നെ കൽപ്പിച്ചതാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എത്ര പ്രാർത്ഥനയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള നല്ല റാഹത്തുള്ള റിസ്ക് നൽകണം, ഹലാലായത് മാത്രം. ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാമിൽ നിന്ന് ഒഴിവായത് ഹലാലും, തൊയ്യിബ് നല്ലതും ഹലാലുമായത് നീ ഞങ്ങൾക്ക് നൽകണം, നൽകിയേ പറ്റുള്ളൂ എന്ന് തീർച്ചയായും നൽകണമെന്നുള്ള ഒരു വാചകം കൂടെ അതിലുണ്ട്. അല്ലെങ്കിൽ അതിൽ മുതഅല്ലിമീങ്ങൾക്ക് മനസ്സിലാകും, വളരെ കർശനമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഫിയത്തിനെയും അതുപോലെ കടമില്ലാത്ത അവസ്ഥയെയും തേടുന്നത് തെറ്റൊന്നുമില്ല. കടയില്ലാത്ത ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാവർക്കും തേടാം. ഐശ്വര്യം ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷെ തേടുകയും അതുപോലെ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ആളുകളെ പൊട്ടീസാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുക എന്നതിലുപരി ആ വഴികൾ മാറ്റിവെച്ച് കടം വീട്ടാനുള്ള വഴികൾ തേടി അതിനനുസരിച്ച് ജോലികൾ ചെയ്യണം. അതോടൊപ്പം ഈ ആത്മീയ വഴികളും സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ കടങ്ങൾ വീട്ടിത്തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് തീരെ കടമില്ലാത്ത, കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായി മുക്തിയായിട്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.